പ്ലസ് റൂമിലേക്ക് സ്വാഗതം. ഡൽഹി ഹൈക്കോടതി അടുത്ത കാലത്ത് സുപ്രധാനമായ പല വിധി പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു പുതിയ ഉത്തരവിൽ ശാരീരിക ബന്ധങ്ങളെല്ലാം തന്നെ ലൈംഗിക പീഡനമാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവപര്യന്തം തടവ് ലഭിച്ച ഒരു പോക്സോ കേസ് പ്രതിയെ വിട്ടയച്ചുകൊണ്ടുള്ള വിധിന്യായത്തിലാണ് ഡൽഹി ഹൈക്കോടതി ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. പോക്സോ കേസിലേക്ക് നയിക്കുന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് വളരെ വർഷങ്ങളായി ഒരു പുരുഷനുമായി ബന്ധം പുലർത്തുകയും എല്ലാ അർത്ഥത്തിലുള്ള ബന്ധം തുടരുകയും ചെയ്ത ശേഷം ഏതെങ്കിലും കാരണവശാൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതോടെ പോക്സോ കേസ് മുൻനിർത്തിക്കൊണ്ടുള്ള പരാതികൾ കോടതിയിൽ എത്തുന്നത്. കീഴ്ക്കോടതികളിൽ നിന്നും അനുകൂലമായ വിധി ലഭിച്ചാലും മേൽക്കോടതികൾ, ഹൈക്കോടതി ഉൾപ്പെടെയുള്ള മേൽക്കോടതികൾ ഇതിനെ പലപ്പോഴും ഈ തരത്തിലുള്ള ശിക്ഷയെ റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ശാരീരിക ബന്ധങ്ങളെല്ലാം തന്നെ ലൈംഗിക പീഡനമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി പോക്സോ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആളെ വിട്ടയച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇതിലെ കഥാനായിക 2017 ഈ പോക്സോ ചുമത്തപ്പെട്ട പ്രതിക്കൊപ്പം നാട് വിട്ടു പോവുകയുണ്ടായി. ഇതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മയാണ് പരാതി നൽകിയത്. അതിനെ തുടർന്ന് കേസെടുത്തു. 14 വയസ്സായിരുന്നു അന്ന് കുട്ടിയുടെ പ്രായം. പിന്നീട് ഫരീദാബാദിൽ നിന്ന് ഈ പ്രതിയെയും ഒപ്പമുണ്ടായിരുന്ന കുട്ടിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. തുടർന്നാണ് കോടതിയിൽ ഈ വിഷയം എത്തിയത്. അമ്മയുടെ പരാതിയെ തുടർന്നുള്ള കോടതി നടപടികൾ കീഴ്ക്കോടതികളിൽ നടന്നത്. അതിജീവിത സ്വന്തം തീരുമാനപ്രകാരം പ്രതിക്കൊപ്പം പോയതാണ് എന്ന് കീഴ്ക്കോടതി കണ്ടെത്തിയില്ല. പകരം ശിക്ഷ വിധിക്കുകയാണ് ചെയ്തത്. ജീവപര്യന്തം ശിക്ഷയാണ് കീഴ്ക്കോടതി കൊടുത്തത്. അതിനെതിരെയാണ് ഈ പരാതിക്കാരൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഈ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടി ഒരു പുരുഷനോടൊപ്പം പോയാൽ എങ്ങനെ അത് ലൈംഗിക പീഡനമാകും എന്ന ചോദ്യം ഉന്നയിച്ചത്. ഇതിന് ശാരീരിക ബന്ധമെന്നും ലൈംഗിക ബന്ധമെന്നും ലൈംഗിക പീഡനമെന്നും ഒക്കെയുള്ള കുറ്റം ചാർത്തപ്പെടുമ്പോൾ തെളിവുകളെല്ലാം കൃത്യമായ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിഗമനങ്ങൾ തന്നെ നടത്തണം എന്നാണ് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ലൈംഗിക പീഡനം ആകണം എങ്കിൽ ഒരിക്കൽ പോലും ഈ എതിർകക്ഷിയുടെ അഥവാ അതിജീവിതയുടെ സമ്മതം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കണം. ബലപ്രയോഗത്തിലൂടെ മറ്റോ നടത്തുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സമ്മതമായി കാണാൻ കഴിയില്ല എന്നും പല കോടതി വിധികളും ഉണ്ട്. പക്ഷേ അതൊക്കെ തന്നെ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതുമുണ്ട്. ഇവിടെ അങ്ങനെയൊരു തെളിവ് ഹാജരാക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. ഓർക്കുക, എപ്പോഴും എല്ലാ കാലത്തും ഇതുപോലെ പല വിഷയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിൽ പലപ്പോഴും പ്രതികൾക്കൊപ്പം, അതായത് പുരുഷനോടൊപ്പം നാളുകളോളം ചുറ്റി സഞ്ചരിക്കുകയും സ്വന്തം സമ്മതത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ലൈംഗിക താല്പര്യത്തിന് വിധേയമാവുകയും ചെയ്യുകയും പിന്നീട് അതിനെതിരെ പരാതി ഉന്നയിക്കുകയും ചെയ്യുന്ന പല പെൺകുട്ടികളും ഉണ്ട്. എന്നാൽ ഇവിടെ പെൺകുട്ടി അല്ല പരാതി കൊടുത്തത്, ആ പെൺകുട്ടിയുടെ അമ്മയാണ് പരാതിക്കാരിയായി വന്നത്. അതിനെ തുടർന്ന് ഈ കുട്ടിക്ക് കൊടുത്ത സമ്മതത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയം ഏറെ കീഴ്ക്കോടതികളിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന ഒരു തീർപ്പ് മറ്റ് പലരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതുമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി ചില സ്ത്രീകളെങ്കിലും ഇപ്പോൾ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നുണ്ട്. പോക്സോ കേസ് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെതിരെ കോടതികൾ പല
നമ്മുടെ രാജ്യത്തെ പല കോടതികളും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ശക്തമായി അക്കാര്യത്തിൽ നിലപാട് എടുത്തിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ വിധി. ഇതുപോലുള്ള പ്രധാനപ്പെട്ട കോടതി വിധികളൊക്കെ തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.